ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നാണ് മോർണിംഗ് ആയിട്ട് നമ്മൾ രാവിലെ എണ്ണീറ്റ് നല്ല ഔട്ട് സൈഡൊക്കെ ഗൈസ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. ഇന്ന് രാവിലെ ഞങ്ങളിങ്ങനെ എണ്ണീറ്റ് ഇങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്ക് നമ്മളിപ്പം ഇതാണ് ഞങ്ങളുടെ റൂം ഗൈസ്. ഒന്ന് കണ്ടിട്ടാരും ഇതാക്കാൻ നിൽക്കണ്ട. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഫാത്തിമ ഫുഡൊക്കെ റെഡിയാക്കി ഇങ്ങനെ രാവിലെ ടീ കുടിക്കണമല്ലോ. ടീ ഒന്നും അല്ലത് കേട്ടോ, എന്താ പറയുന്നത്, ഹോളിക്സ്. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടോ ഗൈസ് ഇങ്ങനത്തെ ഫ്രണ്ട്സ്? നമ്മൾ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ലക്കല്ലേ ഗൈസ്, അല്ലേ? അപ്പോൾ നല്ല നല്ല അടിപൊളി കൊള്ളാം നല്ല രസം. കൊള്ളാം. പക്ഷെ നിങ്ങൾ ചോദിക്കല്ലേ എന്തുകൊണ്ടാണ് ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നത്? ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പറയാം ഗൈസ്. ഞങ്ങൾ എല്ലാവർക്കും അറിയാലോ, എന്റെ വ്ളോഗൊക്കെ കാണുന്നവർക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാം, ഞാൻ എയർലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ഇഷ്ടംപോലെ പേര് ചോദിച്ചിട്ടുണ്ട്, എന്താ പറയണേ, എയർലൈൻ്റെ എന്താ പറയുക, അതിൻ്റെ ഇൻ്റർവ്യൂസിനെ പറ്റി ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി നിങ്ങളുടെയൊക്കെ കമൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും ഗൈസ്. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഫാത്തിമ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളിന്ന് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങളുടെ ഓരോ കമൻസിനും ഞാൻ എല്ലാം നോക്കുന്നുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യണം, അതിനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ആ വീഡിയോ ഒക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്തോ അതേപോലെ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് വേണം. പിന്നെ ടീ കുടിച്ചിട്ട് വരാം ഗൈസ്. മുടി കെട്ടി വെച്ചിട്ട് കണ്ട മുടിയൊക്കെ കഴിച്ച് പുള്ളിക്കാരി. എന്താ ഗൈസ് അവസ്ഥയാണ്, പണി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ്, ഞാൻ ഡ്രൈവിംഗ് ഓടിക്കാൻ പോകുന്നു ഗൈസ്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒന്നും വണ്ടി ഓടിക്കാൻ അറിയാത്ത ഓരോരുത്തർക്ക് എങ്ങനെ ഈസി ആയിട്ട് ഡ്രൈവിംഗ് പഠിക്കാം, അതാണ് ആ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഒന്നും അറിയാത്ത ഫാത്തിമ വരെ സ്കൂട്ടി ഓടിച്ചോണ്ട് പോയി ആദ്യം വ്ലോഗ് ചെയ്യുന്നതായിരിക്കും, അല്ലേ ഫാത്തിമ? അതൊക്കെയാണ്, അത് വേണ്ട. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ചോറും കറിയും വെക്കണം. കഴിക്കണ്ടേ? സിംഗിളായിട്ട് ജീവിക്കുന്ന ആരൊക്കെ ഉണ്ട് ഗൈസ്? ഹോസ്റ്റലിൽ ജീവിക്കുന്നത്, നമ്മളിങ്ങനെ ജോലി കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബിലോ ഗൈസ്, കമന്റ് ബിലോ. ഇന്നത്തെ കഷ്ടപ്പാടല്ലേ ഗൈസ്, നമുക്ക് ചോറ് വെക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ വ്ളോഗില് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഫുഡ് ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്, ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകുന്നത്, അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കമന്റ് കാര്യം, എനിക്കറിയാം ഈ വ്ളോഗിന്റെ താഴെ വന്നിട്ട് എൻ്റെ സ്ഥിരം കമന്റ് ഇടുന്നവരൊക്കെ ചോദിക്കും എന്തായി ഇന്റർവ്യൂ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. അത് ഞാൻ തരുന്നുണ്ട് ഗൈസ്. നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യും. എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കുക്കിങ്ങിലേക്ക് കിടക്കണം. ഓക്കെ, ഫാത്തിമ ഇതാണ് നമ്മുടെ ഹോള്. ഞങ്ങള് ഹോം ടൂർ ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇനി നമ്മളെ കിച്ചൺ, ഇനി നമ്മള് ചോറൊക്കെ വെക്കാൻ പോണു ഗൈസ്. ചോറ് എനിക്ക് ചെയ്യും. ചോറ് കഷ്ടപ്പാടല്ലേ, ചോറ് വെക്കണം. ചോറുണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഇനി നമ്മളെന്താ അരി കഴുകാൻ പോണു ഗൈസ്. അരി ഇറപ്പിടണം. എന്താ അല്ലേ, ഫാത്തിമ എന്തോ ചെയ്യാൻ പോകുന്നുണ്ട് ഗൈസ്. കറി ഇന്ന് കറി ഫാത്തിമയാണ് വെക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ കണ്ടോ കറി. എന്താ ഫാത്തിമ ഇന്ന് കറി വെക്കുന്നത്? ഇന്ന് നമ്മള് പയറ് തോരൻ വെക്കും. ഫാത്തിമ കുറച്ച് ദിവസമായി പയറ് മേടിച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത് പന്നലായി പോകും. കണ്ടോ, ഞാൻ ഇനി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി. വാടി തുടങ്ങി ഗൈസ്. ആരും കാണത്തില്ല, നമ്മൾ തന്നെ കാണും. നമ്മൾ എയർപോർട്ടിൽ ചെന്ന് എല്ലാരെയും കൊണ്ട് കാണിപ്പിക്കും. കണ്ടോ ഫാത്തിമ അരിയുന്നതാണ്. എന്താ ഗൈസ്, കഷ്ടപ്പാടാണ് ഗൈസ് നമ്മളെ ബാച്ചിലർ ലൈഫ് എന്ന് പറയുന്നത്. വീട്ടിലാണെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് വീട്ടിൽ അമ്മമാരെയൊക്കെ മിസ് ചെയ്യുന്നു. ഫാത്തിമ അരിയുന്നുണ്ടോ? എനിക്ക് പിന്നെ ചോറിന് ഇതിടാനുള്ളതാണ്. ചോറ് അരി കഴുകണം. ഈ ചുമന്ന അരി ആയതുകൊണ്ടേ അത് കഴുകി വെള്ള കളറാക്കണം. അതാണ്, ഇല്ലെങ്കിൽ ഈ ഫാത്തിമനെ പൊടിയും. എങ്കിൽ പിന്നെ ആരും എങ്കിൽ പിന്നെ വെള്ള അരി മേടിച്ച പോലെ അതിനെ കൊണ്ട് മനസ്സിലായോ? അതേ നടക്കുള്ളൂ. എന്താ പിന്നെ അരിഞ്ഞ്
എന്നിട്ട് നമ്മൾ അരി ഇടപ്പേരിലിട്ട് വഴിയുണ്ടായിരുന്നു അരി. പിന്നെന്താ, ഗൈസ് നമുക്ക് ചിക്കൻ ഉണ്ട് ഗൈസ്. ചിക്കൻ എടുക്കണം നമുക്ക്. കറി വെക്കണ്ടേ? നമ്മള് ചിക്കൻ നമ്മള് വറക്കുവാണ് ഗൈസ്. കാരണം കറി മടുത്തു. ഇതൊക്കെ ട്രിക്കാണ് ഗൈസ്. എന്താ പറയാ, നമ്മള് ബാച്ചിലറായിട്ട് നിൽക്കുമ്പോ നമ്മളിങ്ങനെ ചിക്കനൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യാം. കാരണം നമ്മളിങ്ങനെ ചിക്കൻ മേടിച്ചിട്ടുണ്ട്, ഫ്രീസറിൽ വെച്ചാൽ മതി. കഴുകി ഫ്രീസറിൽ വെക്കാം. ഇതൊന്ന് തണുക്കാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഓക്കെ, ഫ്രൈ ചെയ്യണം. പിന്നെന്താ, ഞങ്ങളുടെ ഈ കോലമൊന്നും കണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് അല്ലേ ഫാത്തിമ എന്താ മിണ്ടാത്തിന്ന് എല്ലാം ഇതിൽ കൂടുതൽ. പിന്നെ ഇവിടെ മുളക് എന്ന് പറയുന്ന സാധനം ഫാത്തിമയ്ക്ക് അധികം ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് മുളകേരി ഭയങ്കര പ്രശ്നമാണ്. ഈ ഒരെണ്ണം എടുക്കുന്നോളൂ. പിന്നെ തല മാറ്റുമോ നോക്കി തുറക്കണം. പിന്നെ അടുത്തത് എന്താ, ഉള്ളി വേണമല്ലോ. ഉള്ളി ചിലയിടത്ത് ഇതിനെ എന്താ പറയുക, ഉപ്പേരി എന്നൊക്കെ പറയും. നമ്മൾ കൊല്ലംകാർ പറയുന്നത് എന്താ, അതിനെന്താ പറയുന്നത്, മെഴുക്കുവരട്ടി. നമ്മള് ഇങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ ഡേ മൈ ലൈഫ്. ഇതാണ് നമ്മുടെ ദാരിദ്ര്യം. ഇതാണ് രാവിലത്തെ ഡേ മൈ ലൈഫ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമ്മൾ ഉണ്ടാക്കാഞ്ഞതാണ്. എന്ന് വെച്ചാൽ എന്താ പറയണേ, ഉണ്ടാക്കാൻ നമ്മൾ വന്നിട്ട് ഇനി ഉണ്ടാക്കിയിട്ടൊക്കെ കിടക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ട്. ഓഫിനൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതുണ്ടാക്കി കഴിച്ച് അരി ഇട്ടിട്ട് റൈസ് കുക്കറിൽ വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങും. നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടാ വന്നത്. നമ്മൾ വന്നപ്പോ അങ്ങനെ വലുതായിട്ടൊന്നും കഴിച്ചില്ല, ഒരു സമൂസയും ഒരു ചായ കഴിച്ചു. ഇനി കിടന്നുറങ്ങിയിട്ട് എന്തായാലും നൈറ്റ് നമുക്കിന്ന് ഷിഫ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഷിഫ്റ്റിന് പോകുമ്പോൾ നമ്മൾ ആ ഷിഫ്റ്റിന്റെ വീഡിയോ ഒക്കെ ഇടും കേട്ടോ ഇനി. പിന്നെന്താ പാത്തുമ്മ പറ. പിന്നെന്താ, ഇനിയിപ്പോ ഇത് കഴിക്കണം. നിങ്ങള് ബാച്ചിലറായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഈ പയറ് മെഴുക്കുവരട്ടി, പിന്നെന്താ മൂരൊക്കെ ഉണ്ട്. പിന്നെന്താ, ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഈ റൂമിന് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇത് ഒരു അപ്പാർട്ട്മെന്റ് ആണ്, ഹാളൊക്കെയാണ്. പിന്നെ നമ്മൾ ഹോം ടൂർ ഒക്കെ പിന്നെ കാണിക്കാം കേട്ടോ. പിന്നെ എന്താ പറയണേ, നമുക്കിവിടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര ഈസിയാണ്. എന്താ പറയണേ, ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാമാർട്ട് ഉണ്ട്. അത് തന്നെ ഇൻസ്റ്റാമാർട്ട് ഗൈസ്. ഇൻസ്റ്റാമാർട്ടിൽ നമുക്ക് പെട്ടെന്ന് ഓർഡർ, സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് സാധനങ്ങളൊക്കെ. ഫാത്തിമയുടെ അമ്മ കാണാൻ വേണ്ടിയാണ് കഴിച്ചത്. ഇവിടെ വീട്ടിൽ ഇതേപോലെ ചെയ്യാറുണ്ട് ഉമ്മ, നിങ്ങൾ കമന്റ് ഇടും. ഫാത്തിമയുടെ ഉമ്മ ഈ വീഡിയോ ഫാത്തിമയുടെ ഉമ്മ കാണുവാണെങ്കിൽ പ്ലീസ് കമന്റ്, ഫാത്തിമ വീട്ടിൽ ജോലി ചെയ്യാറുണ്ടോ എന്ന്. കണ്ട, ഇവിടെ കുക്ക് ചെയ്യും, ചിക്കൻ ഫ്രൈ വെക്കും, ചിക്കൻ കറി വെക്കും അടിപൊളിയായിട്ട്. അതൊക്കെ ഞാൻ വെക്കും, നമ്മക്കറിയാം. പാത്രം കഴുകുന്നു, കണ്ട. വാ, ഇതൊക്കെ ഞാൻ എന്റെ വീട്ടിൽ കണ്ടോ ഗൈസ്, മുഖം കണ്ടു പുറ്റത്തോടെ പാത്രം കഴുകും. ഇതൊക്കെയാണ്. ചാറ്, മോര്. സ്പൂൺ എടുക്കാൻ ഞാൻ വേണം ഗൈസ്. അല്ല, ഞാൻ ഇന്നത്തെ ഫുഡാണ്. അപ്പോ നമ്മളുടെ ഒരു ദിവസം എന്താ ഫാത്തിമ അല്ലേ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഒരു ദിവസം, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ദിവസം അല്ലേ, ഇതല്ലേ ഇന്ന് ഉണ്ടാക്കിയതാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഫാത്തിമ. ഫസ്റ്റ് വ്ലോഗ് ആയതുകൊണ്ട് ഞങ്ങളുടെ വ്ലോഗ്, ഇന്നത്തെ വ്ലോഗ് തീരുമാനം. അതാണ് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഡേയ്സ്. അപ്പോൾ ഞങ്ങളുടെ വ്ലോഗ് ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ബൈ.